കള്ളി എന്ന ചീത്തപ്പേര് ചാർത്തിക്കൊടുത്ത് പാർവതിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തി. പക്ഷെ വിജയിച്ചില്ല. ഓരോരോ കാരണങ്ങളുണ്ടാക്കി നിങ്ങളവളെ കെട്ടുകെട്ടിക്കാൻ നോക്കിയപ്പോഴെല്ലാം അവൾ പാറ പോലെ ഉറച്ചു നിന്ന് അവളെ നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി. ചട്ടിയിലിട്ട് വറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീയിലിട്ട് ചുടണം. അതാ എൻ്റെ പോളിസി. അരവിന്ദ് സാർ അവസാനം പറഞ്ഞത് എനിക്ക് പിടിയിട്ടില്ല. മാഡത്തിന് ഒന്നും മനസ്സിലായോ? ഒന്ന് തെളിച്ച് പറയൂ സാറേ. തെളിച്ച് തന്നെ പറയാം. പച്ച ജീവനോടെ തീയിലിട്ട് ചൂടുന്നത് ക്രൂരതയല്ലേ? അതുകൊണ്ട് ആദ്യം കൊല്ലണം. എന്താ വേണ്ടേ? വേണം. മീനിന്റെ ചെകിള് പൊളിക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തരിയുന്ന 3 പേരെ പാർവതിയെ കൊല്ലാൻ വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരിപ്പോ കാര്യം നടത്തി കാണും. അവരാ പാർവതിയെ നരകത്തിലേക്ക് വണ്ടി കയറ്റി വിട്ടു എന്ന് പറയാൻ അവര് വിളിക്കുന്ന. പറയട സജി. സാറേ, ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവര് മിസ്സായി. ഇട പാർവതി അല്പം മുറ്റാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അത്ര എളുപ്പത്തിലൊന്നും ഒതുക്കി തരില്ല. ബേബിയുടെ കയ്യബദ്ധം കാരണം പ്രതാപന് മുറിവ് പറ്റി. അവനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ അവരുടെ പുറകെ പോകാൻ പറ്റിയില്ല. സാരമില്ല. ഏറ്റെടുത്ത പണി ഫിനിഷ് ആക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. അവരെവിടെ നിന്ന് മിസ്സായത്? കോറിയിലേക്ക് പോകുന്ന ആ ഫോറസ്റ്റ് ഏരിയ ഇല്ലേ, അവിടെ വെച്ചാ. ആ ഏരിയ ഒന്നും അവർക്ക് പരിചയമില്ല. പുറത്തിറങ്ങാൻ കഴിയാതെ അവരെവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. ശരി സാർ, 2 മണിക്കൂറിനുള്ളിൽ എന്റെ കോള് സാറിന് വന്നിരിക്കും. കോള് വരുന്നതേ വിശേഷം ചോദിക്കാനാവരുത്. 2 തീർത്തു എന്ന് പറയാനായിരിക്കണം. ഓക്കെ സാർ, വണ്ടി എടുക്കണം. ചേച്ചിയുടെ ഏതോ ഒരു നിബന്ധന നമ്മൾ അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ കൂടെ വരുന്നല്ലേ ചേച്ചി പറഞ്ഞത്. ആ പറഞ്ഞത് ചേച്ചി മറന്നുപോയെന്ന് തോന്നുന്നു. ഞാൻ മറന്നിട്ടില്ല. എന്താ ചേച്ചിയുടെ നിബന്ധന? പറയാം. ചോറ്റാനിക്കര ദേവിയുടെ ഐതിഹ്യമറിയോ നിങ്ങൾക്ക് 2 പേർക്കും? ഇല്ല. ആചാര്യസ്വാമികളോട് ദേവി ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെയും നിബന്ധന. മനസ്സിലായില്ല. ഐതിഹ്യം പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ആചാര്യസ്വാമികൾ? സർവജ്ഞപീഠം കയറിയ ആൾ. എന്നിട്ടും ശങ്കരാചാര്യർക്ക് ഒരു സങ്കടം. എന്താണെന്നറിയോ? കേരളക്കരയിൽ അറിവും പഠിപ്പുമുള്ളവർ ഒരുപാടുണ്ട്. എന്നിട്ടും അറിവിന്റെ ദേവിയായ മഹാസരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും തന്റെ നാട്ടിലില്ലല്ലോ എന്ന്. ശങ്കരാചാര്യർ മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി തപസ്സിരുന്നു. ഒരുപാട് കാലം തപസ്സിരുന്നു. ഒടുവിൽ സ്വാമികൾക്ക് മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സ്വാമികൾ തന്റെ ആഗ്രഹം അറിയിച്ചു, തന്റെ കൂടെ മലയാളക്കരയിലേക്ക് വരണമെന്ന്. പക്ഷേ തന്റെ വാസസ്ഥാനമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടു പോകാൻ ഭഗവതിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കൂടെ വരില്ല എന്ന് ശങ്കരാചാര്യരോട് പറയാനും വയ്യ. ഒരു നിബന്ധനയോടെ ദേവി സമ്മതിച്ചു. എന്തായിരുന്നു ദേവിയുടെ നിബന്ധന? സ്വാമികൾ മുന്നിൽ നടക്കണം, താൻ പിറകെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയാൽ താൻ അദൃശ്യാവും. എന്നിട്ട് ആചാര്യസ്വാമികൾ നടക്കാൻ തുടങ്ങി. ദേവി പിറകെയും.